തിരുവനന്തപുരം തുമ്പയിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തുമ്പ സ്വദേശി സെബാസ്റ്റ്യനെയാണ് കാണാതായത്. വാർത്തയുടെ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, തുമ്പയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായിരിക്കുന്നു. എപ്പോഴായിരുന്നു സംഭവം? ഇയാളെ കണ്ടെത്താനുള്ള തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് വ്യത്യസ്ത ഇടങ്ങളിലായിട്ട് വള്ളം മറിഞ്ഞ അപകടങ്ങൾ ഉണ്ടായി. തുമ്പ സ്വദേശിയായ ഒരു മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായിട്ടുണ്ട്. പുലർച്ചെ മുതലപ്പുഴയിൽ ഉണ്ടായ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും മറൈൻ എൻഫോഴ്സ്മെന്റും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കടലോര പ്രദേശത്ത് മത്സ്യബന്ധന വള്ളങ്ങൾ അത് രണ്ട് പ്രദേശത്തായിട്ട് ആണ് ഇത്തരത്തിൽ രണ്ട് അപകടങ്ങൾ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് മാത്രം തുമ്പയിലും മുതലപ്പുഴയിലുമായിട്ട് ആണ് ഇത്തരത്തിൽ രണ്ട് അപകടങ്ങൾ, അത് മണിക്കൂറുകളുടെ ഇടവേളയ്ക്കിടയിലാണ് ഇത്തരത്തിൽ രണ്ട് അപകടങ്ങൾ ഉണ്ടായത്. തുമ്പയിൽ വള്ളം മറിഞ്ഞ് തിരയിൽപ്പെട്ട വള്ളം മറിയുകയായിരുന്നു. അതിൽ തുമ്പ സ്വദേശി സെബാസ്റ്റ്യൻ എന്ന മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ട്. സെബാസ്റ്റ്യനായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. രാവിലെ 8 മണിയോടെയാണ് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടപ്പോഴാണ് തുമ്പയിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. സെബാസ്റ്റ്യനൊപ്പം അപകടത്തിൽപ്പെട്ട 5 പേരിൽ 4 പേർ നീന്തി കയറി. സെബാസ്റ്റ്യനെ തിര ചുഴിയിൽപ്പെട്ട് കാണാതായി എന്നതാണ് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് ഇപ്പോൾ സെബാസ്റ്റ്യനായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നത്. അതേസമയം തന്നെ മുതലപ്പുഴയിലും മത്സ്യബന്ധന വള്ളം തലകീഴായി മറിഞ്ഞ് അപകടം ഉണ്ടായിട്ടുണ്ട്. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. ഇവിടെയും ശക്തമായ തിരയിൽപ്പെട്ട് കടലിൽ വീണ 3 മത്സ്യത്തൊഴിലാളികളെ മറൈൻ എൻഫോഴ്സ്മെന്റും അതുപോലെ തന്നെ മറ്റ് മത്സ്യത്തൊഴിലാളികളും ചേർന്ന് രക്ഷപ്പെടുത്തി. ആർക്കും തന്നെ വലിയ പരിക്കുകളൊന്നും തന്നെയില്ല. തലകീഴായിട്ട് മറിഞ്ഞ വള്ളം കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. പെരുമ്പാതുറ സ്വദേശി സവദിന്റെ വള്ളമാണ് മുതലപ്പുഴയിൽ ഇത്തരത്തിൽ മറിഞ്ഞ് ഒരു അപകടമുണ്ടായത്. ശരി, സൂര്യയാണ് വിശദാംശങ്ങൾ നൽകിയത്.